നമ്മൾക്കിന്ന് നീന്തലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്ന ആ വിവരങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലേ? തീർച്ചയായും. ഇതിലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ശാരീരികമായിട്ടും പിന്നെ മാനസികമായിട്ടുമൊക്കെ. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന പോയിന്റുകളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ കിട്ടിയ നോട്ട്സ് വെച്ച് നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നൊരു കാര്യം നീന്തൽ ശരീരത്തിന് നല്ലൊരു വ്യായാമമാണെന്നതാണ്. മറ്റു വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വെള്ളത്തിലുള്ള ഒരു ഫ്ലോട്ടിംഗ് അനുഭവം അത് സന്ധികൾക്കൊന്നും വലിയ സ്ട്രെയിൻ കൊടുക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അതെ അതെ, ആ ഭാരമില്ലായ്മയുടെ കാര്യം അതെടുത്ത് പറയുന്നുണ്ട്. അത് മാനസികമായിട്ടൊരു വലിയ റിലാക്സേഷൻ തരുന്നു എന്നും കാണുന്നു. ശരിയാണ്. വെറുതെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാൽ പോലും ഒരു ശാന്തത കിട്ടും. അപ്പോൾ ശരിക്കും ശരീരത്തിനും മനസ്സിനും ഒരുമിച്ച് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ശരിയാണ്. കുട്ടിക്കാലത്ത് തന്നെ വെള്ളവുമായിട്ടൊരു പരിചയം വരുന്നത് ആ വെള്ളത്തോടുള്ളൊരു പേടി മാറ്റാൻ ഒരുപാട് സഹായിക്കുമെന്നും കണ്ടു. മുതിർന്നു കഴിഞ്ഞ് പഠിക്കുന്നതിനേക്കാൾ ചിലപ്പോ കുട്ടികൾക്ക് ആ പേടി പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അതൊരു പ്രധാന കാര്യം തന്നെയാണ്. കാരണം ഈ പേടി കാരണം പലരും പിന്നെ ജീവിതത്തിൽ വെള്ളത്തിൽ ഇറങ്ങാനേ മടിക്കും. അത് വളരെ ശരിയാണ്. ആ ഒരു പേടി മാറിയാൽ കിട്ടുന്നൊരു കോൺഫിഡൻസ് അതൊട്ടും ചെറുതല്ല. അതെ, നിങ്ങളുടെ ഈ നോട്ട്സിൽ പറയുന്ന പോലെ പുഴയിലോ കുളത്തിലോ എന്തിന് കടലിൽ പോലും പേടിയില്ലാതെ ഇറങ്ങാനും എന്നാൽ അപകടങ്ങളെക്കുറിച്ചൊരു ബോധത്തോടെ തന്നെ വെള്ളത്തെ ആസ്വദിക്കാനും പറ്റുന്നത് അതൊരു വലിയ കാര്യം തന്നെയാ. ആ ആത്മവിശ്വാസം ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെയും സഹായിക്കുമെന്നൊരു സൂചനയും അതിലുണ്ടല്ലേ? അതെ അതെ, ആ പോയിന്റ് എനിക്കും രസമായി തോന്നി. ഒരു പേടി മാറ്റുമ്പോൾ കിട്ടുന്ന ധൈര്യം അത് മറ്റു കാര്യങ്ങൾക്കും ഒരു ബലമാകും എന്നത്. ഇനി ഇതിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട ഭാഗം അത് നീന്തലിന്റെ പലതരം സ്റ്റൈലുകളെ പറ്റിയാണ്. അതെ, ഫ്രണ്ട് ക്രോൾ, ബാക്ക് സ്ട്രോക്ക്, പിന്നെ ബട്ടർഫ്ലൈ, ബ്രസ്റ്റ് സ്ട്രോക്ക്, അങ്ങനെ കുറേ പേരുകൾ കാണുന്നുണ്ട്. അതെ, ആ പേരുകൾ ഞാനും ശ്രദ്ധിച്ചു. ഈ ഫ്രണ്ട് ക്രോൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആ മത്സരങ്ങളിലൊക്കെ കാണുന്ന സ്പീഡിലുള്ള ഒന്നായിരിക്കും അല്ലേ? മിക്കവാറും. ബ്രസ്റ്റ് സ്ട്രോക്ക് കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതെ, താരതമ്യേന. ഈ നോട്ട്സിൽ ഓരോന്നിന്റെയും പ്രത്യേകതകൾ അങ്ങനെ വിശദമായി പറയുന്നില്ല. എന്നാലും നീന്തൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ രീതിയല്ല, പല ഓപ്ഷൻസ് ഉണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. അത് ശരിയാണ്. നിങ്ങളൊരു സോഴ്സിൽ കണ്ടു ഓരോ ശൈലിയും ഉപയോഗിക്കുന്ന മസിൽസ് അത് വ്യത്യസ്തമാണെന്ന്. അതുകൊണ്ട് തന്നെ ചില സ്റ്റൈലുകൾ ഹൃദയാരോഗ്യത്തിന് കൂടുതൽ നല്ലതായിരിക്കും. ഓക്കെ. മറ്റു ചിലത് ചിലപ്പോൾ ശരീരം ടോൺ ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഒരു സൂചന ഉണ്ട്. അപ്പോ ഓരോന്നിനും ഓരോ ഗുണങ്ങൾ. അതെ, ഉദാഹരണത്തിന് ബട്ടർഫ്ലൈ കുറച്ച് നല്ല എഫേർട്ട് വേണ്ട ഒന്നാണ്. എന്നാൽ ബാക്ക് സ്ട്രോക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. ശരി ശരി, വിശദമായിട്ടല്ലെങ്കിലും ഈ വ്യത്യാസങ്ങൾ അറിയുന്നത് നല്ലതാണ്. അതെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോ നമ്മൾ ഇതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, നീന്തൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ലതാണ്. അതെ. രണ്ട്, ആ വെള്ളത്തിലെ ഭാരമില്ലായ്മ അതൊരു പ്രത്യേക ഫീലാണ്. ശരിയാണ്. പിന്നെ ചെറുപ്പത്തിലെ പഠിക്കുന്നത് ധൈര്യം തരും, പേടി മാറ്റും. അതോടൊപ്പം പലതരം സ്റ്റൈലുകളുമുണ്ട്, നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതെ അതെ, കറക്റ്റ്. അപ്പോ നിങ്ങൾക്കിതെങ്ങനെ ഉപയോഗപ്പെടാം എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷേ നിങ്ങൾ നീന്തൽ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻസ്പിറേഷൻ അയക്കാം. അല്ലെങ്കിൽ സ്ഥിരമായി നീന്തുന്നയാളാണെങ്കിൽ ചിലപ്പോ അതിന്റെ മെന്റൽ ബെനിഫിറ്റ്സിനെ പറ്റി ഒന്നുകൂടി ഓർക്കാം. ശരിയാണ്. അല്ലെങ്കിൽ ചിലപ്പോ പുതിയൊരു സ്റ്റൈലൊന്ന് ട്രൈ ചെയ്യുന്നതിനെക്കുറിച്ചും ആലോചിക്കാം. നല്ല പോയിന്റ്. ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ വിടാമല്ലേ? എന്താണത്? നിങ്ങളുടെ ഒരു കുറിപ്പിൽ കണ്ടു ഓരോ സ്റ്റൈലിനും അതിൻ്റെതായ സ്പീഡും പിന്നെ ഊർജ്ജം ഉപയോഗിക്കുന്നതിന്റെ അളവുമൊക്കെ വ്യത്യാസമുണ്ട് എന്ന്. ഓക്കെ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ലക്ഷ്യം അതെന്താണോ? ചിലപ്പോ ഭാരം കുറയ്ക്കാനാവാം, സ്റ്റാമിന കൂട്ടാനാവാം, അല്ലെങ്കിൽ വെറുതെ റിലാക്സ് ചെയ്യാനാവാം. അതിന് ഏറ്റവും പറ്റിയ നീന്തൽ ശൈലി ഏതായിരിക്കും? ഒരുപക്ഷേ ഫ്രണ്ട് ക്രോൾ ചെയ്യുന്നതും ബ്രസ്റ്റ് സ്ട്രോക്ക് ചെയ്യുന്നതും ഒരേ എഫക്റ്റ് ആയിരിക്കില്ലല്ലോ തരുന്നത്. ശരിയാണ്, അത് ആലോചിക്കേണ്ട കാര്യമാണ്. അതെ, ഇത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിന് ഏത് സ്റ്റൈലാണ് കൂടുതൽ നല്ലതെന്ന്.